കഴിഞ്ഞ ദിവസം നടന്ന സംയുക്ത സൈനിക വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും ഉയർന്ന ഒരു ചോദ്യം ഇതാണ്. ഈ ചോദ്യം ഉയർന്നത് നമ്മുടെ എയർ മാർഷലായിട്ടുള്ള AK ഭാരതിയോടാണ്. ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ഏതൊരു പത്രപ്രവർത്തകനും പട്ടാളത്തിലെ മേധാവിമാരോട് പോലും ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അതായത് ജനാധിപത്യം എന്ന് പറയുന്നത്. എന്തായിരുന്നു ആ ചോദ്യം? കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് കിരാണ മലകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു എന്നുള്ളത്. കിരാണ എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി അഥവാ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് ഉള്ള സ്ഥലമാണ്. ആ മലയ്ക്ക് അകത്ത്, അതായത് ഒരു ഗുഹ പോലത്തെ ഒരു പ്രദേശമാണ്. ആ ഗുഹയ്ക്കകത്താണ് പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റാരും കാണില്ല എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ ആ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്നതെങ്കിലും ഇന്ത്യ അവിടെ ആക്രമണം നടത്തി. ആക്രമണം എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയർ ഫെസിലിറ്റിക്ക് മുകളിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വിട്ടു എന്നല്ല പറഞ്ഞു വരുന്നത്, മറിച്ച് അതിൻ്റെ 2 കവാടങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ വലിയൊരു സ്ഫോടനം നടത്തി എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. നാഷണൽ മീഡിയകളെല്ലാം ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് പാകിസ്ഥാൻ നിലവിളിച്ചുകൊണ്ട് അമേരിക്കയുടെ അടുത്ത് ഓടുകയായിരുന്നു. ലോകത്തിൽ വലിയ ഭീഷണി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയും ഭയന്ന് ഈജിപ്തിനെ കൂട്ടുപിടിച്ച് ഇന്ത്യയുമായി ഒരു സമാധാന കരാർ അല്ലെങ്കിൽ വെടിനിർത്തലിൽ ഏർപ്പെടണം എന്നുള്ള ധാരണയിലെത്തുന്നു. അത് ഇന്ത്യയോട് വന്ന് പറയുന്നു. ഇന്ത്യ അത് സമ്മതിക്കുന്നില്ല. അവസാനം നിങ്ങളിത് പാകിസ്ഥാനോട് പോയി പറയൂ, അവർ വിളിക്കട്ടെ നമ്മളെ എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അങ്ങനെയാണ് പാകിസ്ഥാൻ വിളിക്കുന്നു, ഇന്ത്യയും പാകിസ്ഥാനുമായി ചർച്ച നടക്കുന്നു, വെടിനിർത്തൽ കരാർ ഏർപ്പെടുന്നു. ഇങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത്. എന്തായാലും ഈ ചോദ്യം, അതായത് ഡിഡ് ഇന്ത്യ ഹിറ്റ് പാകിസ്ഥാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി ഇൻ കിരാന ഹിൽസ് എന്ന ചോദ്യം നമ്മുടെ എയർ മാർഷലായിട്ടുള്ള AK ഭാരതിയോട് അവിടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നു. എല്ലാവരും കാത്തിരുന്ന നിമിഷമാണ്. AK ഭാരതി ഒന്ന് പുഞ്ചിരിക്കുന്നു. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു, അതായത് ഒരു കള്ളച്ചിരിയോടുകൂടി അദ്ദേഹം പറയുകയാണ്, താങ്ക് യു ഫോർ ടെല്ലിംഗ് കിരാന ഹിൽ ഹൗസസ് സം ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ, വി ഡിഡ്ന്റ് നോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വളരെ നന്ദി, നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചതാണ്. കിരാന ഹിൽസിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷനോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനോ ഉണ്ട് എന്ന് ഞാൻ പോലും ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് അങ്ങനെ ഒരു സ്ഥലമേ അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രദേശമേ അറിയില്ല എന്ന് അദ്ദേഹം ഒരു കള്ളപ്പുഞ്ചിരിയോടുകൂടി പറയുന്നു. അതായത് ഞങ്ങൾ അടിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ഈ വാചകമാണ് ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിരി, അദ്ദേഹത്തിൻ്റെ സ്മൈൽ, അത് പ്രൈസ്ലെസ് ആണ്. അതായത് ആ ചിരിയിലുണ്ട് എല്ലാം എന്നാണ് പറയുന്നത്. ഒരു കാര്യം പ്രേക്ഷകർ ആലോചിക്കണം, അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനോ ഫെസിലിറ്റിയോ ആണവ നിലയങ്ങളോ ആക്രമിക്കുന്ന ചരിത്രം നമ്മുടെ യുദ്ധ ചരിത്രത്തിൽ ഇല്ല. കാരണം അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ അതൊരു വാർ ക്രൈമായിട്ട് കണക്കാക്കപ്പെടും. അമേരിക്കയും ഇസ്രായേലും പോലും, എന്തിനു പറയുന്നു, റഷ്യ പോലും ഇത്രയും വലിയ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടും വേറൊരു രാജ്യത്തിൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഒരിടത്തും കേട്ടിട്ടില്ല. പക്ഷേ ഇന്ത്യ അത് ചെയ്യാനായിട്ടുള്ള ധൈര്യം കാണിച്ചു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ പാകിസ്ഥാൻ ആണവായുധങ്ങളെടുത്ത് പ്രയോഗിക്കും, അതിൻ്റെ കമ്മിറ്റിക്ക് രൂപം കൊടുത്ത് മീറ്റിംഗ് നടത്തിയപ്പോൾ തന്നെ ഇന്ത്യ അറിയിപ്പ് കൊടുത്തു, അടി കൊടുത്തു, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ആണവായുധങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. സർഗോദ എയർബേസ് ഇന്ത്യ അടിച്ചു തകർത്തു. അതുവഴിയാണ് ഇന്ത്യയിലേക്ക് ആണവ മിസൈലുകൾ എയ്യേണ്ട ആ എയർബേസ് അടിച്ചു തകർത്ത് കിരാന ഹിൽസിന് മുന്നിൽ ഇന്ത്യ ന്യൂക്ലിയർ ബോംബ് വർഷിച്ചു എന്ന് തന്നെയാണ് മാധ്യമങ്ങളെല്ലാം പറയുന്നത്. പക്ഷേ നമ്മുടെ സൈന്യത്തിന് അത് പറയേണ്ട ബാധ്യതയില്ല. സൈന്യം ഇന്നലെ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിന് മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഭേദിക്കുക എന്നുള്ളതാണ്. അവിടെ എന്തൊക്കെ കാഷ്വാലിറ്റികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.